ഹലോ മച്ചന്മാരെല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി അപ്ഡേറ്റിലേക്ക് സാധനം ചെയ്യണം. വേറെ ഒന്നുമില്ല, നമ്മൾ എല്ലാ പ്രാവശ്യം നല്ല നല്ല ചിത്രങ്ങൾ നമ്മൾ കാത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇഷ്ടം നടന്ന ചിത്രം ഇറങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് റീസൺസ് പറയാറുണ്ട്. ഇപ്രാവശ്യം ഒരു വിട്ടുമിച്ച് വീഡിയോയിൽ വന്നു ചെറിയ പ്രത്യേകത മാത്രമുള്ള ഈ വീഡിയോയിൽ ഞാനില്ല, വോയിസ് മാത്രമേ ഉള്ളൂ. ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്, കാരണം നമ്മൾ ടൈമിൻ്റെയും ചില തിരക്കും മൂലമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. എങ്കിലും നമ്മൾ ലാലേട്ടൻ്റെ പടം ഇറങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഷോ റീസൺസ് പറയാതെ ഇരുന്നാൽ എങ്ങനെയാണ് റെഡിയാകുമെന്ന് ഓർത്തിട്ടാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നാളെ നേരെന്ന് പറഞ്ഞ മൂവി റിലീസ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പം നേരിൽ ഞാൻ കാണാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ നേരിൽ കാണാൻ ശ്രമിക്കുമ്പോഴുള്ള റീസൺസാണ് ഞാൻ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. ഒന്നാമത്തെ റീസണായി എനിക്ക് പറയാനുള്ളത് ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടറുള്ള വിശ്വാസം തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. വേണം നമുക്ക് ദൃശ്യം 1 ദൃശ്യം 2 അല്ലെങ്കിൽ മൈ ബോസോ ഉള്ള ചിത്രങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ ഡിക്കറ്റീവ് പോലത്തെ ചിത്രങ്ങളൊക്കെ നമുക്ക് മുന്നേ കണ്ടിട്ടുള്ളതാണ്. അതിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം തന്നെ, അല്ലെങ്കിൽ മെമ്മറീസ്. മൈ ബോസ് നമുക്ക് മാറുന്നത് ഒരു കോമഡി മൂവി ആയിരുന്നു. അപ്പോൾ എങ്കിലും അതിൽ നിന്നുമെല്ലാം ഡിഫറൻ്റായിട്ട് ഒരു നല്ല ചിത്രം ആയിട്ടാണ് നമ്മുടെ ജിത്തു ജോസഫ് വരാൻ വേണ്ടി പോകുന്നത്. അത് നമ്മുടെ ലാലേട്ടൻ്റെ കൂടെ, അതായത് ലാലേട്ടനും ജിത്തു ജോസഫ് എപ്പോഴൊക്കെ ഒന്നിച്ച് നമ്മൾ നിരാശപ്പെടുത്തിയിട്ടില്ല. ഏറ്റവും വലിയ ഉദാഹരണം തന്നെയായിരുന്നു ദൃശ്യം എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. വലിയ കളക്ഷൻ നേടിയ മൂവി തന്നെയായിരുന്നു. അതിനുശേഷം വന്നിട്ടുള്ള 12th Man ആണെങ്കിലും ഇപ്പോൾ ദൃശ്യം 2 ആണെങ്കിൽ പോലും ഗംഭീരമായിട്ടുള്ള വിജയം തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അത് തന്നെ ഏറ്റവും വലിയൊരു കൈയ്യടി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ലാലേട്ടനും ജിത്തു ജോസഫും കൂടി ഒന്നിക്കുമ്പോൾ നമുക്ക് നിരാശപ്പെടുത്തില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് ഒന്നാമത്തെ റീസണായി എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ റീസൺ എനിക്ക് പറയാനുള്ളത്, ഇതൊരു പ്രത്യേക ഒരു അറ്റംപ്റ്റാണ്, ഒരു കോട്ടും ഡ്രാമയാണ്, അതായത് ഇമോഷണൽ ഡ്രാമയാണ് ജിത്തു ജോസഫ് പല ഇൻ്റർവ്യൂവിലും കണ്ടിട്ടുണ്ട്. ആ റീസൺസ് എനിക്ക് എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടമാവും, അല്ലെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഡേ കാണാനുള്ള റീസൺ തന്നെയാണ്. കാരണം ഇമോഷണലായിട്ട് ഇന്നത്തെ കാലത്ത് പ്രേക്ഷകരെ പിടിച്ചെടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ വലിയ വിജയമാവാൻ ചാൻസ് കൂടുതൽ തന്നെയാണ് നമ്മുടെ നേരെന്ന് പറഞ്ഞ മൂവിക്ക്. കാരണം ഇതിനുള്ള പല ഫാക്ടറുകൾ നമ്മൾ അടുത്ത റീസൺസിലായിട്ട് വരാൻ വേണ്ടി പോകുന്നുണ്ട്. ആ മൂന്നാമത്തെ റീസൺ പറയാനുള്ള മോഹൻലാൽ എന്ന് പറയുന്ന നടൻ. കാരണം അദ്ദേഹത്തിൽ ഒരുപാട് ചിത്രങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. എങ്കിലും നേരിലൂടെ നമ്മുടെ ലാലേട്ടൻ നേരായ അല്ലെങ്കിൽ സത്യമായി തന്നെ തിരിച്ചു വരുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. കാരണം ഇതിൻ്റെ ട്രെയിലർ കണ്ടാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ലാലേട്ടൻ്റെ ഇമോഷണൽസിൽ ഒരുപാട് രംഗങ്ങൾ, കാരണം ഇവർ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് മോഹൻലാൽ ഇമോഷണലാണെന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. കാരണം പല സീൻസിലും ഡയലോഗ് പോലും ഇല്ലാതെയാണ് മോഹൻലാൽ അഭിനയിച്ചത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വെറും കണ്ണുകൊണ്ടല്ല, മുഖത്തിൻ്റെ എക്സ്പ്രഷൻസ് കൊണ്ടോ കാര്യങ്ങൾ കൊണ്ട് ഇമോഷണൽ നല്ല രീതിയിൽ തന്നെ ചെയ്തു, വെറും ബോഡി ലാംഗ്വേജ് കൊണ്ട്. നമുക്കറിയാം ലാലേട്ടൻ, മോഹൻലാൽ കരഞ്ഞു കഴിഞ്ഞാൽ മലയാള പ്രേക്ഷകരും കരയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. കാരണം ലാലേട്ടൻ ഒരുപാട് ഇമോഷണലായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും നമ്മളെല്ലാം കരഞ്ഞിട്ടുണ്ട്. അത്ര ഗംഭീരമായിട്ടുള്ള ഇമോഷണലായിട്ടുള്ള രംഗങ്ങൾ തന്നെ ലാലേട്ടൻ കാഴ്ചവെക്കാം. എന്തായാലും ഇതിന് ലാലേട്ടൻ്റെ സൗണ്ട് മോഡുലേഷൻ കൂടെ തന്നെ വരുന്നതാണ്. ട്രെയിലർ നമ്മൾ പല രംഗങ്ങളും കണ്ടിട്ടുണ്ട്. പല ഹീറിങ്ങും കാര്യങ്ങളും നമ്മൾ അദ്ദേഹം പറയുന്ന ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടോ ലാലേട്ടൻ ഇമോഷണലായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരുപാട് രംഗങ്ങൾ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയായിരുന്നു. അതായത് ഇതിൻ്റെ ഈ ട്രെയിലറിൻ്റെ അവസാന ഭാഗത്ത് ഒരു ഡയലോഗ് പറയുന്നുണ്ട് നമ്മുടെ ലാലേട്ടൻ ഈ കേസിൽ ജയിക്കുമെന്ന് എനിക്കറിയില്ല, കാരണം ഞാനൊരു വക്കീലാണെന്ന് പറയുന്നുണ്ട്. അതിന് കണ്ണ് നനയുന്നുണ്ട്. എനിക്കൊന്ന് പടത്തിൻ്റെ ഏറ്റവും ക്ലൈമാക്സിലുള്ള സീൻ തന്നെയായിരിക്കും. പക്ഷേ അത് എന്ത് തന്നെയാണെങ്കിൽ പോലും ലാലേട്ടൻ നമ്മളെ കരയിപ്പിക്കുന്ന യാതൊരു കാര്യത്തിലും സംശയം വേണ്ട, ഗംഭീരമായുള്ള പ്രകടനം തന്നെ അധികം കാഴ്ചവെക്കും. മറ്റൊരു റീസണായി എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ട്രെയിലർ തന്നെയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ലാലേട്ടന് പ്രകടനം നമ്മൾ തോന്നിപ്പിക്കുന്ന ട്രെയിലർ ഏകദേശം 2.5 മിനിറ്റ് ട്രെയിലർ ഉണ്ടാകുന്നെങ്കിൽ പോലും ഗംഭീരമായ തന്നെ രീതിയിൽ തന്നെ ജിത്തു ജോസഫ് ഒരുക്കി വെച്ചിട്ടുണ്ട്. കാരണം എനിക്കിൻ്റെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ ഗംഭീരമായിട്ടുള്ള പ്രതീക്ഷ തന്നെ കൂട്ടി എന്ന കാര്യത്തിൽ യാതൊരു സംശയം, ഞാൻ 100% ഗ്യാരണ്ടി നൽകുന്ന ട്രെയിലർ തന്നെയാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് നേരെ ഫസ്റ്റ് ഡേ കാണാനും എനിക്ക് ആ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഗുണം ഉണ്ടായെന്ന് തന്നെ ഞാൻ പറയാൻ സാധിക്കും. മറ്റൊരു റീസൺ കാസ്റ്റിംഗ് ആണ്. മോഹൻലാൽ കൂടെ സിദ്ദിഖ് നല്ലൊരു വക്കീൽ വേഷം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിയാമണി, നന്ദു, ഗണേഷ് കുമാർ, അനശ്വര രാജൻ തുടങ്ങിയവർക്ക് പ്രധാനമായും റോൾ ചെയ്യാൻ വേണ്ടി പോകും. ജഗദീഷ് ഒരു ഫാദറിൻ്റെ റോളാണ് ചെയ്യാൻ വേണ്ടി, അച്ഛൻ്റെ കഥാപാത്രമാണ് ജഗദീഷ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ അദ്ദേഹത്തിന് നല്ല ഇമോഷണൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. അങ്ങനെ ട്രെയിലറിൽ തന്നെ നിരാശയോടെ ഇരിക്കുന്ന ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും റീസൺസൊക്കെ നമ്മുടെ നേര് കാണാൻ എനിക്ക് ഇവിടെ പ്രേമിച്ച കാര്യം തന്നെയാണ്. നേര് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആളെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. നേര് എന്ന് പറയുമ്പോൾ ഗംഭീരമായിട്ടുള്ള ക്രിസ്മസ് ടൈമിലാണ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നേരെ ഒരു വലിയ വിജയം ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്താൻ വേണ്ടി പോകണം. അപ്പോൾ നേരെ ആരൊക്കെയാണ് ഫസ്റ്റ് ഡേ കാണുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇപ്രാവശ്യത്തെ വിന്നറായിട്ട് നമ്മുടെ നേര് തന്നെ ആയിരിക്കുമോ അതോ ഡുങ്കിയോ സലാറോ ആയിരിക്കും നിൽക്കുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് കാര്യം പരിഗണിക്കുക. അതുമായിരിക്കും ബൈ ഫ്രണ്ട്സ്.